ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഏർക്കാട്ടിലെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ കോഫിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, അധികം മൂടൽമഞ്ഞൊന്നുമില്ല. എന്നാൽ നല്ല തണുപ്പുള്ള നല്ല സുഖമുള്ള ക്ലൈമറ്റായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് കിള്ളിയൂർ വാട്ടർഫാൾസിലേക്കാണ്. കിള്ളിയൂർ വാട്ടർഫാൾസ് എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ യാത്രയേ ഉള്ളൂ. പക്ഷേ ഒരു 1500 ഫെയർ ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. കുറച്ച് കാടിനുള്ളിലോട്ടുള്ള വഴിയായതുകൊണ്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് 2 hours എടുക്കും തിരിച്ച് നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു വെയിറ്റിംഗ് ചാർജും കൂടെ ചേർത്തിട്ടാണ് ഈ 1500 രൂപ അവർ പറയുന്നത്. ഒരു 250 സ്റ്റെപ്സ് നമ്മൾ താഴേക്ക് നടക്കണം. അത് അധികം റിസ്കി അല്ലാത്ത സ്റ്റെപ്സാണ്. ഇടയ്ക്ക് ഒരു സ്റ്റീൽ സ്റ്റെപ്സ് വരുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് റിസ്കി ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ. അല്ലാത്തത് വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. കുട്ടികൾക്കും പ്രായവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെപ്സ് തന്നെയാണ്. ഇന്നലെ ഒരു മഴ പെയ്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു നനവ് മാത്രമേ സ്റ്റെപ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലാത്തതിപ്പോൾ നല്ല ഡ്രൈ ആയി കിടക്കുമ്പോൾ ഒരു സേഫ്റ്റിയും സ്ലിപ്പിങ്ങും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. നമുക്ക് ഇറങ്ങുന്ന വഴി ദൂരെ മലകളൊക്കെ കാണാൻ പറ്റും. അത് നല്ലൊരു വ്യൂ ആണ്. ഇടയ്ക്കിടയ്ക്ക് അവർ സീറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ക്ഷീണിക്കുവാണെങ്കിൽ ഇരുന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ സീറ്റിങ്ങൊന്നും അധികം ഉപയോഗം വരില്ല. പക്ഷെ തിരിച്ച് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ സീറ്റിങ്ങിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് പോകാവുന്നതാണ്. അധികം സമയം എടുക്കാതെ തന്നെ ഞങ്ങൾ വാട്ടർഫാൾസിനടുത്തേക്ക് എത്തി. നല്ല ഭംഗിയുള്ളതാണ് സ്ഥലമാണ്. കുറച്ച് സ്പ്രെഡായി നല്ല വെള്ളം വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് അതിൻ്റെ താഴെ പോയി നിന്നിട്ട് ആ വെള്ളം കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ അന്ന് ആരും കുളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. മഴക്കാലം ആകുമ്പോൾ ഈ പാറകളൊന്നും കാണാൻ പറ്റില്ലെന്ന് അറിഞ്ഞത്. നിറയെ വെള്ളമായിരിക്കും. ഇന്നധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയൊരു അരുവായിട്ട് തന്നെ ഇത് കാണാൻ പറ്റും. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ആ അരുവിയുടെ സൗണ്ട് കേട്ടിരിക്കാൻ നല്ല രസമാണ്. കാടിൻ്റെ ഉള്ളിൽ കുറച്ച് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ച് കയറി. ടൈം എടുത്ത് കയറിയാൽ മതി, നമുക്ക് റെസ്റ്റ് എടുത്ത് തന്നെ കയറാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തി ബാഗ് എടുത്ത് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഏർക്കാട് ബസ്സിൽ കയറി. അവിടെ നിന്ന് സേലത്ത് വരാനുള്ള ഏർക്കാട് സേലം ബസ്സിൽ കയറി. പിന്നെ ബസ് ടിക്കറ്റ് ഒരു 26 രൂപയൊക്കെ ആവത്തുള്ളൂ അഡൽസിന്. ബോയ്സിനാണെങ്കിൽ എൻ്റെ ഹാഫ് ചാർജ് ആവത്തുള്ളൂ. കുട്ടികൾക്ക് വരുന്ന വഴി നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് സേലത്തേക്ക് വരികയാണ്. നമ്മൾ ആദ്യം കണ്ട അണ്ണ പാർക്കാണിത്. നല്ലൊരു ഏരിയ ഉണ്ട് അണ്ണ പാർക്ക്. ലേക്ക് സൈഡ് ആയതുകൊണ്ടാണ് അവിടെ ഇത്രയും തിരക്ക് കാണുന്നത്. അല്ലാത്ത ഏർക്കാട് അധികം റഷില്ലാത്തൊരു സ്ഥലമാണ്. വരുന്ന വഴിയൊക്കെ നമുക്ക് കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കാപ്പിയും ചോക്ലേറ്റുമാണ് മെയിൻ കൃഷി. ഇവിടുത്തെ കോഫി നല്ലതാണ്, നല്ല മണമുള്ള കോഫിയാണ്. നിറയെ കുരങ്ങന്മാരും ഉള്ള പ്രദേശമാണിത്. നമുക്ക് ബസ്സിൽ വരുമ്പോൾ റോഡ് സൈഡിലൊക്കെ കുരങ്ങന്മാരെ കാണാൻ പറ്റും. ഇടയ്ക്ക് വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം കുറച്ച് കച്ചവടക്കാർ ഇരിപ്പുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം. ഇപ്പം ഞങ്ങൾ ബസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അല്ലാതെ പ്രൈവറ്റ് വെഹിക്കിളിൽ വരുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടില്ലാതെ അവിടെ ഇറങ്ങി വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ യാത്ര ചെയ്യാവുന്നതാണ്. ഈവനിങ് ഞങ്ങൾ അവിടെ എത്തി സേലത്തെത്തി. സേലത്ത് നിന്ന് ഞങ്ങൾ വന്ദേ ഭാരതിൽ മധുരയിൽ പോയി. മധുരയിൽ നിന്ന് അടുത്ത ട്രെയിനിലാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്.
ട്രെയിനിലെ കാഴ്ചകളും മനോഹരങ്ങളായിരുന്നു. നമുക്ക് ദൂരെ ആ മലകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഏർക്കാട് മലയൊക്കെ കാണാൻ പറ്റും നമുക്ക് സേലത്തു നിന്ന് വരുമ്പോൾ. നൈറ്റായി ഞങ്ങൾ മധുര എത്തിയപ്പോൾ മധുരയിലേക്ക് കയറി. മധുരയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി.